മർക്കസുൽ ഹിദായ മരമില്ല് റോഡ് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി മാറുന്ന മറ്റൊരു പദ്ധതിയായി മരമില്ല് മർക്കസുൽ ഹിദായ മൗലാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള പുതിയ റോഡ് ഉദ്ഘാടനം ചെയ്തു. എം.പി. ഫണ്ടിൽ നിന്നും 22 ലക്ഷം രൂപ അനുവദിച്ച് ഈ പദ്ധതി പൂർത്തിയാക്കിയത് ശ്രീകണ്ഠൻ എം.പി.യാണ്. പുതിയ റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എം.പി. വി.കെ. ശ്രീകണ്ഠൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. ഗ്രാമീണ മേഖലയിലെ വികസനം മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ളതാണ്. റോഡുകളും പാലങ്ങളും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ എളുപ്പമാക്കുകയും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ കൂടുതൽ സജീവമാക്കുകയും ചെയ്യുന്നു. മർക്കസുൽ ഹിദായ സ്ഥാപനങ്ങൾ വളർന്നു വരുന്നത് ഈ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെ പ്രതീകമാണ്. ഈ സ്കൂളിലേക്കുള്ള പുതിയ റോഡ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമേറെ സഹായകരമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടുതൽ സഹായം നൽകാനും വികസന പദ്ധതികൾ തുടർച്ചയായി നടപ്പാക്കാനും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മാനേജർ അഷ്റഫ് കൊമ്പത്ത് സ്വാഗതം ആശംസിച്ചു. മർക്കസുൽ ഹിദായ ചെയർമാൻ കെ അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷനായി. മർക്കസുൽ ഹിദായയുടെ ജനറൽ സെക്രട്ടറി കൻസുൽ ഫുഖഹ കെ.പി. മുഹമ്മദ് മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മഹത്വം വാക്കുകളിലല്ല, പ്രവർത്തികളിലാണ് തെളിയുന്നത്. എം.പിയുടെ പ്രവർത്തനങ്ങൾ അതിന് മികച്ച ഉദാഹരണമാണ്. ഈ പ്രദേശത്തെ കുട്ടികൾക്കും ജനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് ഈ റോഡ് എന്ന് ഉസ്താദ് പറഞ്ഞു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള ട്രോഫി എം.പി. വിദ്യാർത്ഥികൾക്ക് കൈമാറി. ചടങ്ങിൽ പ്രിൻസിപ്പൽ ശ്രീദേവി ടീച്ചർ, വൈസ് പ്രിൻസിപ്പൽ അബ്ദുൽ ബാസിദ് നുസ്രി, ട്രസ്റ്റ് മെമ്പർ സൈനുദ്ദീൻ ഹാജി, മണ്ണാർക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, PTA പ്രസിഡന്റ് നാസർ വേങ്ങ, പഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന, അസീസ് ബീബനാട്, കല്ലടി അബൂബക്കർ, പാറശ്ശേരി ഹസൻ, ഉമർ മനച്ചിത്തോട്, ഹമീദ് മാസ്റ്റർ കൊമ്പത്ത്, ഹസൻ മാസ്റ്റർ കൊമ്പത്ത്, റഷീദ് കോട്ടപ്പാടം, അബ്ദുറഹ്മാൻ എം, അലി അൽ ഹസ്നി മുക്കം, സഹീർ മുസ്ലിയാർ, മൊയ്തീൻ അൽ ഹസ്നി എന്നിവർ സംസാരിച്ചു. പുതിയ റോഡിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ സ്ഥാപനത്തിനും പരിസര പ്രദേശങ്ങളിലുമുള്ള നിവാസികൾക്കും വലിയ ആശ്വാസമായതായി ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു.